കേരളത്തിലെ ക്യാമ്പസുകളിൽ സമാധാനം പുലരേണ്ടതില്ല എന്ന SFIയുടെ തുടരെയുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ആക്രമണം. നമുക്കറിയാം, ഇന്നലെ കണ്ണൂർ ITIയിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള സംഭവമാണ്. 28 വർഷക്കാലമായി SFI തങ്ങളുടെ സമഗ്രാധിപത്യ കോട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന കണ്ണൂർ ITIയിൽ KSUവിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം ഒരു യൂണിറ്റ് ഇടുന്നു. അവിടെ അടുക്കും ചിട്ടയുമുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ആ സാഹചര്യത്തിൽ അതിൽ വിറളി പൂണ്ടുകൊണ്ട് ആ ക്യാമ്പസിൽ SFI എന്ന് പറയുന്ന സംഘടന മാത്രം മതി, ഏക സംഘടനാവാദത്തിലേക്ക് ആ ക്യാമ്പസിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് KSUവിൻ്റെ സംഘടനാ പ്രവർത്തനത്തെ തുടക്കം മുതൽ അതിൽ അക്രമത്തിൻ്റെ അല്ലെങ്കിൽ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം കൊണ്ട് നേരിടാനാണ് SFI തീരുമാനിക്കുന്നത്. ഒക്ടോബർ മാസം അവസാനം KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയെ SFI യൂണിറ്റ് പ്രസിഡന്റും യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഈ പറയുന്ന ദേവൻ എന്ന് പറയുന്ന KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിച്ച പേരിൽ SFI യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ റിമാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ആ ക്യാമ്പസിൽ KSUവിൻ്റെ കൊടിമരമിടുമ്പോൾ അതിനെ പിഴുതു കളയുന്ന സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. ഇന്നലെ ആ ക്യാമ്പസിലേക്ക് കടന്നു ചെന്ന KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ, യൂണിറ്റ് പ്രസിഡന്റ് റിബിൻ ഉൾപ്പെടെയുള്ള ആളുകളെ വലിയ രീതിയിലേക്ക് കായികമായി കയ്യേറ്റം ചെയ്യുന്ന SFIയുടെ രാഷ്ട്രീയം. എന്ത് രാഷ്ട്രീയമാണ് SFI കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് പറയുന്നതെന്ന് ചോദിക്കാൻ KSU ആഗ്രഹിക്കുകയാണ്. തങ്ങളുടെ കൊടിയിൽ സ്വാതന്ത്ര്യമെന്നും ജനാധിപത്യമെന്നും എഴുതി വെക്കുമ്പോൾ അവരുടെ ക്യാമ്പസുകളിൽ മറ്റ് സംഘടനകൾക്ക് പ്രവർത്തിക്കേണ്ടതില്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിർവചനത്തിലേക്ക് SFI എത്തിച്ചേരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. കേരളത്തിലെ ക്യാമ്പസുകളിൽ കഴിഞ്ഞ 2 മാസക്കാലമായി തുടർച്ചയായി KSUവിൻ്റെ നേതൃത്വത്തിൽ ITI ക്യാമ്പസുകളിൽ സമരം നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ശനിയാഴ്ച പ്രവൃത്തി ദിവസവുമായി ബന്ധപ്പെട്ട് SFI എന്ന് പറയുന്ന സംഘടനയെ ഒരിടത്ത് പോലും കാണാനില്ല. ഒടുവിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസം എന്ന ഒരു നിലപാടിൽ നിന്ന് കേരളത്തിലെ സർക്കാർ പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി മനസ്സ്, ITIയിലെ വിദ്യാർത്ഥി മനസ്സ് KSUവിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നോമിനേഷൻ കൊടുക്കാൻ കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം. ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി നോക്കിക്കാണുന്നത്. നിയമപരമായും രാഷ്ട്രീയപരമായും ആ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനെ കയ്യൂക്കിന്റെ രാഷ്ട്രീയം കൊണ്ട് SFI നേരിടാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവിധ പ്രതിരോധവും തീർക്കാൻ KSU സംസ്ഥാന കമ്മിറ്റി മുന്നിട്ട് വരും എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ഞങ്ങളുടെ അവകാശത്തെ അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഒപ്പം തന്നെ ആ ക്യാമ്പസിൽ SFI എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിന് അവർക്ക് വേണ്ട എല്ലാവിധ കവചവും ഒരുക്കുന്നത് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ SFIക്കാരനേക്കാളും DYFIക്കാരനേക്കാളും CPM-കാരനേക്കാളും നിലവാരം കുറഞ്ഞ തരത്തിലേക്ക് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പൾ SFIക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് റീജിയണൽ ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് ഈ വരുന്ന തിങ്കളാഴ്ച സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്കുള്ള മാർച്ചുമായി കടന്നു വരികയാണ്. ആ ക്യാമ്പസിൽ ഉള്ള ഇടിമുറികൾ പരിശോധിക്കുക, ആ ക്യാമ്പസിൽ നടക്കുന്ന ഇടിമുറികൾക്ക് താഴിടുക എന്ന ആവശ്യമായിട്ടാണ് പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കുക. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വരികയാണ്. സംഘടനാപരമായി ഞങ്ങൾക്ക് ആ ക്യാമ്പസിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലേക്കുള്ള യൂണിറ്റിന് പിന്തുണയും സംസ്ഥാന KSU കമ്മിറ്റി വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ആ ക്യാമ്പസിൽ SFIക്ക് മാത്രം പ്രവർത്തിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കോളേജിന്റെ അധികാരികൾ മുന്നോട്ട് പോകുന്നു. അവിടെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു അനാസാ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അക്രമ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പോലും പ്രിൻസിപ്പൾ അതിന് വേണ്ട മതിയായിട്ടുള്ള രീതിയിലേക്കുള്ള മുൻകരുതലുകൾ എടുക്കുന്നില്ല. ഇവിടെ ഇരയെയും വേട്ടക്കാരനെയും ഒരേ നാണയത്തിൽ അല്ലെങ്കിൽ ഒരേ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് കേരളത്തിലെ പോലീസ് നോക്കിക്കാണുന്നത്. അതിന് നിയമപരമായി ഏതെല്ലാം തരത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോയി ഞങ്ങൾക്ക് അതിന്റെ പരിരക്ഷ ഒരുക്കാൻ സാധിക്കുമോ അതിന്റെ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.